ഹായ് ഹലോ മക്കളെ നോക്കൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് എ പേഴ്സൺ. ഓക്കെ, നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. സോ നമ്മൾ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഹെലൻ കെല്ലറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഹെലൻ കെല്ലറിന്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നിരുന്നാലും ബിഫോർ ബിഗിനിങ് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് എന്ത് ചെയ്യാം, ലെറ്റ്സ് റിപ്പീറ്റ് വാട്ട് വി ലേൺ. ഓക്കെ, നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചത്, നമുക്കതൊന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. വി നോ ദാറ്റ്, നമുക്കറിയാം വെൻ വി റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച്, നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് വി ഹാവ് ടു ഫോളോ സം റൂൾസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചില റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം. What are the rules? എന്തൊക്കെയാണ് ആ റൂൾസ്? See, the rule number 1 is we had to mention the character's name. നമ്മൾ ഏതൊരു കഥാപാത്രത്തെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത്, we had to mention that. The second rule is we had to mention the story. നമ്മൾ ഏത് കഥയിലെ കഥാപാത്രത്തെ കുറിച്ച് എഴുതുന്നു എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, എന്തൊക്കെയോ അങ്ങോട്ട് എഴുതി വെക്കരുത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ്, നമ്മൾ ആരെ കുറിച്ചാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങൾ, ഹെലൻ കെല്ലർ, നമ്മൾ ഹെലൻ കെല്ലറിനെ കുറിച്ചാണ് എഴുതുന്നത്. ഹെലൻ കെല്ലർ വാസ് എ brave and determined girl who loses sight and hearing at a young age. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ചയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയായിരുന്നു ആര്, ഹെലൻ കെല്ലർ. പക്ഷേ ഹെലൻ കെല്ലർ പാം എന്ന് പറയാൻ നമ്മൾ എന്ത് സെൻസിലാണ്, അത് ഹെലൻ കെല്ലർ വളരെ ഡീമോട്ടിവേറ്റ് ആയിട്ടുള്ള ഒതുങ്ങിപ്പോയൊരു കുട്ടി എന്നുള്ള നിലയ്ക്കല്ല. ഹെലൻ കെല്ലർ അവളുടെ വിധിയോട് പൊരുതി ബ്രേവ് ആണല്ലോ, ഭയങ്കര ധൈര്യശാലിയാണ് അല്ലേ. വളരെ ധൈര്യത്തോടു കൂടി പൊരുതി വിജയം കൈവരിച്ച ആളാണ് ആര്, ഹെലൻ കെല്ലർ. ഡിസ്പൈറ്റ് ഹർ സ്ട്രഗിൾസ് ഷീ ഹാഡ് എ സ്ട്രോങ് ഡിസൈർ ടു ലേൺ ആൻഡ് കണക്ട് വിത്ത് ദ വേൾഡ്. ഈ പറയുന്ന കാഴ്ച പോയെങ്കിൽ കൂടിയും കേൾവി പോയെങ്കിൽ കൂടിയും ഹെലൻ കെല്ലറിന് എപ്പോഴും എന്താണ്, ലോകത്തോട് കണക്ട് ചെയ്ത് നിൽക്കണം, നേച്ചറിലേക്ക് ഇറങ്ങണം, പ്രകൃതിയെ അറിയണം, അറിവുകൾ അറിയണം ലോകത്തെ എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആർക്കുണ്ടായിരുന്നു, ഹെലൻ കെല്ലറിന് ഉണ്ടായിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടീച്ചർ ആനി സുലിവൻ എന്ന് പറയുന്ന വളരെ എന്താ പറയാ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ആർക്ക് കിട്ടിയത്, നമ്മുടെ ഹെലന് കിട്ടിയത്. സോ ഈ പറയുന്ന ആനി സുലിവൻ എന്ന് പറയുന്ന ഈ പറയുന്ന ടീച്ചറെ കൂടി ഷീ ലേൺ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് അല്ലേ. അവൾ എന്തൊക്കെ പഠിച്ചു, ഷീ ലേൺ ടു റീഡ്, അവൾ എഴുതാൻ പഠിച്ചോ. ഷീ ലേൺ ടു സ്പീക്ക്, അവൾ വായിക്കാൻ പഠിച്ചു. ഷീ ലേൺ ടു റൈറ്റ്, അവൾ എഴുതാനും പഠിച്ചു അല്ലേ. സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ എന്ത് ചെയ്തു നമ്മുടെ ഹെലൻ. ആനി സുലിവൻ എന്ന് പറയുന്ന വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റഡ് ടീച്ചറാണ് ആനി സുലിവൻ എന്ന് പറയുന്ന ടീച്ചറുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന 3 സ്കിൽസും എന്ത് ചെയ്ത് അവൾ അച്ചീവ് ചെയ്തെടുത്തു അല്ലേ. ഹെലൻസ് പെർസീവൻസ് ഹെൽപ് ടു അച്ചീവ് ഗ്രേറ്റ് സക്സസ്. അവളുടെ നിരന്തരമായ പരിശ്രമം അവളെ എന്തിന് സഹായിച്ചിട്ടുണ്ട്, വിജയം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. Becoming the first deaf blind person to earn a college degree. She was the first blind person who earned a college degree. ഒരു കോളേജ് ഡിഗ്രി ഏൺ ചെയ്ത ആദ്യത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ we must say that it is Helen Keller. We can proudly say that it is Helen Keller. So കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായി കോളേജ് ഡിഗ്രി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഇറ്റ് ഇസ് നൺ അതർ ദാൻ ഹെലൻ കെല്ലർ എന്ന് നമ്മൾ വളരെ ഇൻസ്പയറിംഗ് ആയി വളരെ പ്രൗഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കത് പറയാൻ പറ്റണം. നെക്സ്റ്റ് നോക്കുക നിങ്ങൾ, ഷീ ഈസ് എൻ ഇൻസ്പിറേഷൻ ടു എവറി വൺ ഫോർ കറേജ് ആൻഡ് ഹാർഡ് വർക്ക്. ഷീ ഈസ് ഓഫ് കോഴ്സ് എൻ ഇൻസ്പിറേഷൻ ടു മെനി. നമുക്ക് എല്ലാവർക്കും അവർ വളരെ എന്താണ്, ഇൻസ്പിറേഷൻ ആണ്, നമുക്കൊക്കെ വളരെ മോട്ടിവേഷൻ ആണ്. സോ അവരെന്താണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഷീ ഈസ് വെരി കറേജിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. സോ ഹെലൻ കെല്ലറിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ മറന്നു പോകരുത്. സോ യു മസ്റ്റ് ലേൺ ദിസ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. ഒരിക്കലും ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യരുത്, ഹെലൻ കെല്ലറിൻ്റെതായാലും രഞ്ജീസ് പാറ്റിലെ രഞ്ജിയുടേതായാലും യെല്ലോ ആംബ്രയിലെ നമ്മുടെ ജോസഫിൻ്റെതായാലും ഒരു ക്യാരക്ടറും എന്ത് ചെയ്യരുത്, നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഏത് ചോദ്യം വന്നാലും എഴുതാൻ നമ്മൾ റെഡിയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എക്സാം ഹോളിലേക്ക് പോകണം. ഓക്കെ, സോ താങ്ക് യു.